എന്തിനാ? താ മറന്നു പുറത്തുനിന്ന് മനസ്സ് പറഞ്ഞിട്ട് കൈനീട്ട്. ഏട്ടന് അഭിനയിക്കാൻ അറിയില്ല, അതിനുള്ള കഴിവുമില്ല. അതുകൊണ്ടല്ലേ എന്നെ കണ്ടപ്പോ അസ്വസ്ഥനായത്. നല്ലൊരു നടനായിരുന്നെങ്കിലേ എന്നെ നല്ല ആരെ കണ്ടാലും അഭിനയിക്കാതിരിക്കില്ല. സർ, അങ്ങനെ ചെയ്യരുത്. എനിക്ക് എന്റെ നിലനിൽപ്പ് നോക്കണ്ടേ? വാങ്ങിയ 10 ലക്ഷം നമുക്ക് ഇനിയൊരു അവസരത്തിൽ കാണാം. സർ പ്ലീസ്. നോ നീൽ. ഏട്ടൻ കാരണം എന്തെങ്കിലും മനോവിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഏട്ടന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കാം. എല്ലാം മറന്ന് ഗിരി നീ തിരിച്ചു വരണം. വേണമെങ്കിൽ ഞാൻ കാലു പിടിക്കാം. ഒരാളും ഇതിൽ ഇടപെടണ്ട. 1 മണിക്കൂർ ഞാൻ സമയം തരും. അതിനുള്ളിൽ ഇറങ്ങിയില്ലെങ്കിൽ വലിച്ചിറക്കം ഞാൻ. വെറും കൈയോടെ പോണ്ട, ഇതുകൂടെ പിടിച്ചു. നീ എന്തിനാ ഇതൊക്കെ നീലിനോട് പറയുന്നത്? പിന്നെ ആരോടാ പറയേണ്ടത്? നീലല്ലേ ഏട്ടത്തി ഇറക്കി വിട്ടത്. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഏട്ടത്തി ഒരിക്കലും അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യില്ലെന്ന്. അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരായതുകൊണ്ടാ നീ അടക്കമുള്ളവർക്ക് അത് മനസ്സിലാകാതെ പോയത്. ഓ, അപ്പോഴും കുറ്റം എനിക്ക്. ഞാനാ സത്യം പറഞ്ഞില്ലായിരുന്നെങ്കിലേ 25 പവന്റെ മുക്കുപണ്ടം ഈ വീട്ടിന്റെ അലമാരയിൽ ഇരുന്നാനെ. അതിലാർക്കും പരാതിയില്ല. ഇനിയിപ്പോ തർക്കവും വഴക്കമൊന്നും വേണ്ട, പ്രശ്നം തീർന്നല്ലോ. അങ്ങനെ തീർന്നിട്ടൊന്നുമില്ല. ഇവള് പറയുന്നത് ദൈവപ്രിയ ചതിച്ചതാണെന്ന്. സത്യം എന്താണെന്ന് ആർക്കറിയാം? ഇവള് നുണ പറയുന്നതാണെങ്കിലോ? ഗൗരി, നീ കുറച്ച് ഓവർ ആവുന്നുണ്ട്. ഇങ്ങനെയൊന്നും ഒരാളെ സംശയിക്കരുത്. സംശയിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കിയ ആരായാലും സംശയിക്കും. ബഹളം ഉണ്ടാക്കിയതുകൊണ്ടാ ഒറിജിനൽ സ്വർണം വന്നത്. അതെന്താ ആരും ഓർക്കാത്തത്? ആർക്കു വേണം നീലെ സ്വർണം? കെട്ടിക്കൊണ്ടുവരുന്ന പെണ്ണിന്റെ സ്ത്രീധനത്തിന്റെ കനത്തിനൊപ്പിച്ച് മരുമോളെ സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യുന്ന ഒരമ്മയമ്മ അല്ല ഞാൻ. എനിക്കിവള് മരുമോളല്ല, മകളാ. ബുദ്ധിയില്ലാത്ത അമ്മായിമ്മമാരെ അങ്ങനെ പറയൂ. ശരിയാ, എനിക്ക് ബുദ്ധിയില്ല, അത് ഞാൻ സഹിച്ചു. നിനക്ക് നല്ല ബുദ്ധിയാണല്ലോ. നമുക്ക് നോക്കാം ഭാവിയിൽ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുന്നതെന്ന്. ഇവൾക്കിത്തിരി തടിയുണ്ടായിപ്പോയി. അല്ലായിരുന്നെങ്കില് നിന്നേക്കാളും മിടുക്കിയായിട്ട് തോന്നിയാൻ ഇവളെ. ഒരു പെണ്ണിന്റെ സൗന്ദര്യം അല്ലെങ്കിലും ശരീരത്തിലല്ല വല്യമ്മേ, മനസ്സിലാ, പെരുമാറ്റത്തിലാ. അങ്ങനെ നോക്കുമ്പോ ഗൗരിയേക്കാളും ഭംഗിയുണ്ട് ഇടത്തേക്ക്. അങ്ങനെ പറഞ്ഞു കൊടുക്കുകീരി. ബ്യൂട്ടി പാർലറിൽ പോയതുകൊണ്ടോ 10,000 രൂപയുടെ ചുരിദാർ ഇട്ടതുകൊണ്ടോ ഒരു പെണ്ണു സുന്ദരിയാവില്ല. അതിന് മനസ്സിന് ഇത്തിരി നന്മയുണ്ടാവണം. ഓ, എങ്കിൽ പിന്നെ എടുത്ത് പൂജാമുറിയിൽ വെച്ചോ. എന്നിട്ട് രാവിലെ വൈകിട്ടും വിളക്ക് കൊളുത്തിങ്ങ് പ്രാർത്ഥിച്ചോ. കളിയാക്കണ്ട. നിനക്ക് അസൂയാണെങ്കിൽ അത് പറഞ്ഞാ മതി, അല്ലാതെ മറ്റുള്ളവരെ പരിഹസിക്കണ്ട. മതി, ഈ ചർച്ച നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം. സ്വർണം തിരിച്ചു കൊണ്ടുവന്നല്ലോ, ഇനി അത് ഭദ്രമായിട്ട് എവിടെയെങ്കിലും സൂക്ഷിച്ചു വെക്കുക. എന്നിട്ടേ എല്ലാവരും അവരവരുടെ ജോലി നോക്ക്. ജോലിയോ? പാര പണിയുന്ന കാര്യോ വല്യച്ഛൻ ഉദ്ദേശിച്ചത്? നിന്റെ ജോലിയെ അതാണല്ലോ. ഓ, നീയൊരു മഹാൻ. പോടാ, ശല്യം. ഇനി ഈ ആഭരണം നീ തന്നെ വെച്ചാ മതി. വേണ്ടമ്മേ, ഇത് അമ്മയുടെ കയ്യിൽ വെച്ചാ മതി. നീ എന്നോട് ക്ഷമിക്കുമോളെ? സാരമില്ലമ്മേ, അതിലൊന്നും എനിക്ക് വിഷമമില്ല. ഒറ്റ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ എനിക്ക് സങ്കടം. എന്തുകൊണ്ടാ അമ്മ എല്ലാവരും എന്നെ ദ്രോഹിക്കുന്നത്? ഞാൻ ആർക്കും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. എന്നിട്ടും എന്തിനാ എല്ലാവരും എന്നെ ദ്രോഹിക്കുന്നത്? അവർക്കൊന്നും മനുഷ്യപ്പറ്റില്ലാത്തോണ്ടാ മോളെ. നിന്റെ സ്നേഹം തിരിച്ചറിയുന്ന ഒരു ദിവസം വരും. ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും സ്നേഹിച്ച പെണ്ണ വേദ. എനിക്കറിയാം. അതുകൊണ്ട് ഞാനൊരു ക്രൂരനാണെന്ന് വിചാരിച്ചതുകൊണ്ടോ എന്നെ ശപിച്ചതുകൊണ്ടോ എനിക്കൊരു പ്രശ്നമില്ല. നല്ല ബുദ്ധിയാണ്. നിങ്ങൾക്കറിയോ, അങ്ങ് ദുബായിൽ 11 അടി ഉയരത്തിൽ ഒട്ടകത്തിന്റെ പുറത്ത് 7 സാരി വെച്ച് പല സർന്ന് കറക്കുന്ന പണിയാ.
ഇത് കണ്ണപ്പട്ടൻ, ഇത് തോമസ് ഏട്ടൻ. അപ്പൊ ജോസഫ് ഏട്ടൻ ഞാൻ വീട്ടിൽ ചെന്നില്ലെങ്കിൽ ഇന്ന് പെണ്ണുമ്പിള്ള ഭക്ഷണം കഴിക്കത്തില്ല. അത്ര സ്നേഹമാണ് പെണ്ണുപിള്ളേ. സ്നേഹമായിട്ടല്ല, പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വെപ്പല്ലേ ഉള്ളൂ. ഇല്ല സാർ, ഈ കൂട്ടത്തിൽ ആരെയും ഞാൻ സ്കൂളിൽ കണ്ടതായി ഓർക്കുന്നില്ല. അപ്പൊ താൻ അവരെ ഒളിപ്പിച്ചല്ലേ? നമ്മുടെ റൈസ് മില്ലിന് തീ പിടിച്ചു. You know, I'm in love. I can feel the everlasting magic of love in every moment. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഈ അവസ്ഥയിൽ കിടക്കുന്നു അറിഞ്ഞിട്ട് ഒന്ന് പോയി കാണുന്നതില് തെറ്റില്ലെന്ന എന്റെ അഭിപ്രായം. അറിഞ്ഞിട്ട് പോകാതിരുന്ന അത് മോശമാണ് താനും. എന്നെ ആർക്കും ഉണർത്താൻ സാധിക്കില്ല. ഇഷ്ടമുള്ള ബിസ്ക്കറ്റാണ്, പക്ഷേ അത് കഷ്ടമില്ലാതെ കഴിക്കണം. യെസ്, രക്ഷയില്ല. വളരെ ശ്രദ്ധിച്ച്. സ്പീഡ് കുറയ്ക്കണം. യെസ്, 3. നല്ല ബുദ്ധിയാണ്. നിങ്ങൾക്കറിയോ, അങ്ങ് ദുബായിൽ 11 അടി ഉയരത്തിൽ ഒട്ടകത്തിന്റെ പുറത്ത് 7 സാരി വെച്ച് പല സർന്ന് കറക്കുന്ന പണിയാ. ഇത് കണ്ണപ്പട്ടൻ, ഇത് തോമസ് ഏട്ടൻ. അപ്പൊ ജോസഫ് ഏട്ടൻ ഞാൻ വീട്ടിൽ ചെന്നില്ലെങ്കിൽ ഇന്ന് പെണ്ണുമ്പിള്ള ഭക്ഷണം കഴിക്കത്തില്ല. അത്ര സ്നേഹമാണ് പെണ്ണുപിള്ളേ. സ്നേഹമായിട്ടല്ല, പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു വെപ്പല്ലേ ഉള്ളൂ. ഇല്ല സാർ, ഈ കൂട്ടത്തിൽ ആരെയും ഞാൻ സ്കൂളിൽ കണ്ടതായി ഓർക്കുന്നില്ല. അപ്പൊ താൻ അവരെ ഒളിപ്പിച്ചല്ലേ? നമ്മുടെ റൈസ് മില്ലിന് തീ പിടിച്ചു. You know, I'm in love. I can feel the everlasting magic of love in every moment. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത്, ഈ അവസ്ഥയിൽ കിടക്കുന്നു അറിഞ്ഞിട്ട് ഒന്ന് പോയി കാണുന്നതില് തെറ്റില്ലെന്ന എന്റെ അഭിപ്രായം. അറിഞ്ഞിട്ട് പോകാതിരുന്ന അത് മോശമാണ് താനും. എനിക്ക് ഉപഹാരമായ കണ്ണനെ ലഭിക്കുന്നത് വരെ എന്നെ ആർക്കും ഉണർത്താൻ സാധിക്കില്ല. ഇഷ്ടമുള്ള ബിസ്ക്കറ്റാണ്, പക്ഷേ അത് കഷ്ടമില്ലാതെ കഴിക്കണം. യെസ്, രക്ഷയില്ല. വളരെ ശ്രദ്ധിച്ച്. സ്പീഡ് കുറയ്ക്കണം. യെസ്, 3. നമ്മുടെ റൈസ് മില്ലിന് തീ പിടിച്ചു.
വെള്ളം ഒഴുകി മണ്ണെടുത്തറാ എന്തെങ്കിലും ചെയ്യുക തീ പറയാതെ നോക്ക് ഓക്കെ ഇക്കാതെ വെള്ളം ഒഴുകി You know, I'm in love. I can feel the everlasting magic of love in every moment. അതുകൊണ്ടാ ഞാൻ പറഞ്ഞത് ഈ അവസ്ഥയിൽ കിടക്കുന്നു അറിഞ്ഞിട്ട് ഒന്ന് പോയി കാണുന്നതില് തെറ്റില്ലെന്ന എന്റെ അഭിപ്രായം. അറിഞ്ഞിട്ട് പോകാതിരുന്ന അത് മോശമാണ് താനും.